വെൽക്കം ടു ഏറിസ് വ്ളോഗ്സ്. ഇന്ന് ഒരു സ്റ്റോറിയാണ്, എ കേസ് ഓഫ് സസ്പിഷൻ. ഇ വാലസ് എഴുതിയ, അദ്ദേഹം ഒരു ബ്രിട്ടീഷ് റൈറ്ററാണ്. അദ്ദേഹം എഴുതിയ എ കേസ് ഓഫ് സസ്പിഷൻ എന്ന കഥയാണ് ഇന്നിവിടെ അവതരിപ്പിക്കുന്നത്. അതിൻ്റെ മലയാളം സമ്മറിയും മെയിൻ പോയിൻറ്സും നിങ്ങൾക്ക് കേൾക്കാം. ഈ സ്റ്റോറിയിലെ രണ്ട് മെയിൻ ക്യാരക്ടേഴ്സ് ഡോക്ടർ ബെൻസണും ടി ഇവാൻസുമാണ്. ഡോക്ടർ ബെൻസണിന് പറ്റിയ ഒരു അമളി എന്ന് വേണമെങ്കിൽ നമുക്കിതിനെ പറയാം. ഡോക്ടർ ബെൻസൺ വാസ് എ വില്ലേജ് ഡോക്ടർ, ഒരു ഗ്രാമീണ പ്രദേശത്തുള്ളൊരു ഡോക്ടറായിരുന്നു അദ്ദേഹം. ആൻഡ് ദ ഏരിയ ഇൻ വിച്ച് ദ സ്റ്റോറി ഈസ് സെറ്റ് ഇസ് ലൈക്ക് എ ഹൈ റേഞ്ച് ഏരിയ, ഹില്ലി ഏരിയ. കഥ നടക്കുന്നത് തന്നെ ഒരു മലയോര പ്രദേശത്താണ്. അങ്ങനെ ഇരിക്കുമ്പം നല്ല കൊടുങ്കാറ്റുള്ള ഇരുണ്ട ഒരു രാത്രിയിൽ ഏകദേശം 2 മണിയായപ്പം ഡോക്ടർക്ക് ഒരു ഫോൺ കോൾ കിട്ടുകയാണ്. പെട്ടെന്ന് തന്നെ എത്തണം, ഒരു പേഷ്യൻറ്റിന് ലേബർ പെയിനാണ്, അതായത് പ്രസവവേദനയാണ്, പെട്ടെന്ന് തന്നെ സഹായിക്കണം. അദ്ദേഹം ഉടനെ തന്നെ പോകാൻ തയ്യാറായി. 2 ഹാൻഡ് ബാഗും കയ്യിലുണ്ടായിരുന്നു. ഒന്ന് മെഡിസിൻ ബാഗും, മറ്റത് ഒരു ലോങ് ബേബി ബാഗും. ബേബി ബാഗ് എന്ന് പറഞ്ഞാൽ ഡെലിവറിക്ക് സഹായിക്കാൻ ആവശ്യമായ ഉപകരണങ്ങളും എല്ലാം ഉള്ള ഒരു ബാഗ്. അതിനെ ഒബ്സ്റ്റെട്രിക്കൽ ബാഗ് അല്ലെങ്കിൽ ഒബ്സ്റ്റെട്രിക്കൽ കേസ് എന്നാണ് അവർ വിളിക്കുക. അങ്ങനെ തണുപ്പുള്ള ആ രാത്രിയിൽ അദ്ദേഹം മെല്ലെ കാറെടുത്ത് വിജനമായ വഴിയിലൂടെ ഓടിച്ചു പോവുകയാണ്. അങ്ങനെ ഡ്രൈവ് ചെയ്യുമ്പം അദ്ദേഹം തൻ്റെ പേഷ്യൻറ്റിനെ കുറിച്ച് ഓർത്തു. മിസ്സിസ് ഓട്ട് സോളിയുടെ വൈഫാണ്. അവർക്ക് ഏതാണ്ട് 1 ഡസൻ കുട്ടികളിപ്പോൾ ആയിക്കഴിഞ്ഞു. ഈ കുട്ടികളൊക്കെ തന്നെ വല്ലാത്തൊരു നേരത്താണ് ജനിക്കുക. പകൽ സമയത്ത് ഒരൊറ്റൊന്നും ജനിച്ചിട്ടില്ല. എല്ലാം രാത്രി ഇങ്ങനെ പാതിരാത്രിക്കും പുലരാനാവുമ്പോഴൊക്കെയാണ് അവരുടെ ഡെലിവറി അധികം നടക്കുക. ഈ ഡോക്ടർ ബെൻസൻ്റെ ഫാദറും ഡോക്ടറായിരുന്നു. അദ്ദേഹം ഇവരുടെ ചില ഡെലിവറികളൊക്കെ അറ്റൻഡ് ചെയ്തതായിട്ടും ഡോക്ടർ ഓർത്തു. ഇവരുടെ താമസ സ്ഥലം ഒരു ഫാം ഹൗസായിരുന്നു, വളരെ അകലെ. ഒരുപാട് ദൂരം പോകാനുണ്ട്. നല്ല തണുത്ത കാലാവസ്ഥയുമാണ്. അദ്ദേഹം ഒറ്റയ്ക്ക് അങ്ങനെ ഡ്രൈവ് ചെയ്തു. ഒരാശ്വാസം എന്നോണം അദ്ദേഹം കാണുകയാണ്, ഒരു മനുഷ്യൻ ആ നാട്ടുവഴിയിലൂടെ ഇങ്ങനെ നടന്നു പോന്നു. വളരെ വിഷമിച്ചാണ് അയാൾ നടന്നിരുന്നത്. കയ്യിലൊരു പാക്കറ്റും ഉണ്ടായിരുന്നു, ഒരു ചെറിയ പൊതി. ഡോക്ടർ അദ്ദേഹത്തെ തൻ്റെ കാറിൽ കയറാൻ ക്ഷണിച്ചു. യാത്രയിൽ അദ്ദേഹത്തിൻ്റെ ഡെസ്റ്റിനേഷനിൽ ഇറക്കാമെന്ന് വിചാരിച്ചു. അയാളാണെങ്കിൽ തണുത്ത് വല്ലാതെ വിറയ്ക്കുന്നുണ്ടായിരുന്നു. കാറിനകത്ത് കയറി ഉടനെ അയാൾ ഒരു സിഗരറ്റിന് വേണ്ടി ആവശ്യപ്പെട്ടു. ഡോക്ടറുടെ ചോദ്യത്തിന് അയാൾ മറുപടി പറഞ്ഞു. അയാൾ ഇവാൻസ് എന്നാണ് അയാളുടെ പേര്. ഡിട്രോയിറ്റ് എന്ന സ്ഥലത്തേക്ക് പോവുകയാണ്. യുദ്ധകാലത്ത് ആംബുലൻസ് ഡ്രൈവറായിരുന്നു. ഏതാണ്ട് 4 വർഷത്തോളം ആ ജോലി അയാൾ ചെയ്തിരുന്നു എന്നും പറഞ്ഞു. ഇപ്പം തൊഴിലില്ല എന്നും അറിയിച്ചു. ഇപ്പോൾ ഡിട്രോയിറ്റിലേക്ക് പോകുന്നത് തന്നെ ഒരു തൊഴിൽ അന്വേഷിക്കാനാണ്. ഏതെങ്കിലും ഓട്ടോമൊബൈൽ കമ്പനികളിൽ തൊഴിൽ കിട്ടുമോ എന്ന് അന്വേഷിക്കാനാണ് പോകുന്നത്. പരിചയപ്പെടുന്നതിനിടയിൽ ഇവാൻസ് ഒരു സിഗരറ്റ് കൂടെ ആവശ്യപ്പെട്ടു. നല്ല തണുപ്പാണല്ലോ. അനുവാദം കിട്ടുന്നതിന് മുമ്പ് തന്നെ പാക്കിൽ നിന്ന് ഒരു സിഗരറ്റ് എടുത്ത് ബാക്കി ആ സിഗരറ്റ് പാക്ക് ഡോക്ടറുടെ കോട്ടിനകത്തേക്ക് അയാൾ തന്നെ വെക്കുകയും ചെയ്തു. ഡോക്ടർക്കൊരല്പം അസഹ്യത തോന്നി. കാരണം എന്താ, ഇവാൻസ് എന്ന അപരിചിതൻ തൻ്റെ സമ്മതമില്ലാതെയാണ് പോക്കറ്റിൽ കൈയിട്ടതും സിഗരറ്റ് എടുത്തതും എല്ലാം. അയാൾക്ക് ഇഷ്ടപ്പെട്ടില്ല. ഈ സമയത്താണ് ഡോക്ടർ ബെൻസൺ ഇവാൻസിനെ സൂക്ഷിച്ചു നോക്കുന്നത്. അയാൾക്ക് ചെറിയ ഒരു പൂച്ചയുടേതുപോലുള്ള മുഖമായിരുന്നു. മുഖത്താണെങ്കിൽ ആഴത്തിലുള്ള ഒരു മുറിവിൻ്റെ പാട്, അധികം പഴക്കമില്ലാത്ത ഒരു മുറിവിൻ്റെ പാടും ഉണ്ടായിരുന്നു. പെട്ടെന്നാണ് ഡോക്ടർക്ക് തൻ്റെ പേഷ്യൻറ്റിനെ ഓർമ്മ വന്നത്. ഓട്ട് സോളി, താൻ ലേറ്റായോ? പോക്കറ്റിൽ കൈയിട്ടൊന്ന് തിരഞ്ഞു തൻ്റെ വാച്ചിന് വേണ്ടി സമയം നോക്കാൻ. ഞെട്ടിപ്പോയി. വാച്ച് അവിടെ ഇല്ല. വാച്ച് നഷ്ടപ്പെട്ടിരുന്നു. ഡോക്ടർ വളരെ പതുക്കെ തൻ്റെ സീറ്റിനടിയിലേക്ക് തപ്പി താൻ സൂക്ഷിച്ച് കൊണ്ട് നടക്കാറുള്ള ഓട്ടോമാറ്റിക് പിസ്റ്റൾ കൈത്തോക്ക് മെല്ലെ കയ്യിലെടുത്തു. എന്നിട്ട് കാറ് നിർത്തി ഈ തോക്ക് അയാളുടെ ശരീരത്തിൻ്റെ സൈഡിന് നേരെ, ഈ വാരിയലിന് നേരെ ചൂണ്ടിക്കൊണ്ട് അയാളുടെ അടുത്ത് ഇരുന്നു. ഇവാൻസ് ഞെട്ടി അമ്പരന്നു. പെട്ടെന്ന് അയാൾ 2 കൈയും മുകളിലേക്ക് പൊക്കി ഒരു കീഴടങ്ങുന്ന ഭാവത്തിലിരുന്നു. ഡോക്ടർ ബെൻസൺ ആഴത്തിലുള്ളൊരു ശബ്ദത്തിൽ, പേടിപ്പെടുത്തുന്നൊരു ശബ്ദത്തിൽ പറഞ്ഞു, ആ വാച്ച് മര്യാദയ്ക്ക് എൻ്റെ പോക്കറ്റിലിടുക, അല്ലെങ്കിൽ ഞാൻ ഇപ്പം വെടിവെക്കും എന്നാണ് പറയുന്നത്. ഇവാൻസ് ഭയത്തോടു കൂടി
മെല്ലെ ഒരു വാച്ച് അയാളുടെ പോക്കറ്റിൽ നിന്ന് പുറത്തെടുത്തു. ഡോക്ടർ ഉടനെ അത് തട്ടിപ്പറിച്ചിങ്ങോട്ട് വാങ്ങി. എന്നിട്ട് തൻ്റെ പോക്കറ്റിലിട്ടു. ഡോക്ടർ ഉടനെ തന്നെ കാറിൻ്റെ ഡോറ് വലിച്ചു തുറന്ന് ഇവാൻസിനെ തള്ളി പുറത്തേക്കിട്ടു. എന്നിട്ട് നല്ല സ്പീഡിൽ മുന്നോട്ട് ഓടിച്ചു പോയി. ഡോക്ടർ വളരെ വേഗം തൻ്റെ ഡെസ്റ്റിനേഷനിലെത്തി. ഓട്ട്സോളിയുടെ മൂത്ത മകൻ ഒരു റാന്തലുമായിട്ട് അദ്ദേഹത്തെ കാത്തു നിന്നിരുന്നു. ആ വീട്ടിലെത്തി കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ ഡെലിവറി നടന്നു. പ്രസവം നടന്നു. വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ല. ഡോക്ടർക്ക് വലുതായിട്ടൊന്നും ചെയ്യാനും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് അതൊക്കെ വളരെ സ്മൂത്തായിട്ട് കഴിഞ്ഞു. ആശ്വാസത്തോടു കൂടി ഡോക്ടർ ഒരു സിഗരറ്റ് വലിക്കാനായിട്ട് അവിടെ ഇരുന്നു. മിസ്റ്റർ ഓട്ട്സോളി അദ്ദേഹത്തിന് കമ്പനി കൊടുക്കാനും. അപ്പോൾ അദ്ദേഹം അഭിമാനത്തോടു കൂടി വിഫലമായി മോഷണ ശ്രമത്തെക്കുറിച്ചും താൻ ഈ കള്ളനെ പേടിപ്പിച്ചതിനെക്കുറിച്ചും എല്ലാം വളരെ വിശദമായിട്ട് പറഞ്ഞു കൊടുത്തു. മിസ്റ്റർ സോളി തൻ്റെ സന്തോഷം പ്രകടിപ്പിച്ചു ഡോക്ടറുടെ വാച്ച് തിരിച്ചു കിട്ടിയതിന്. ഡോക്ടർക്ക് ഭാഗ്യമുണ്ട്, അല്ലെങ്കിൽ അവരെങ്ങനെയാണ് തൻ്റെ കുഞ്ഞിൻ്റെ ജനനസമയം കണ്ടെത്തുക? ജനനസമയം എങ്ങനെ കൃത്യമായിട്ട് പറയാൻ പറ്റും? അതായിരുന്നു മിസ്റ്റർ സോളിയുടെ സന്തോഷം. അത് കഴിഞ്ഞ് അദ്ദേഹം ഡോക്ടറോട് തൻ്റെ കുഞ്ഞിൻ്റെ കൃത്യമായ ജനന സമയം പറയാൻ ആവശ്യപ്പെട്ടു. ഡോക്ടർ തൻ്റെ വാച്ച് പോക്കറ്റിൽ നിന്ന് പുറത്തേക്കെടുത്ത് വെളിച്ചത്തിലേക്ക്, വിളക്കിൻ്റെ അടുത്തേക്ക് ചെന്നു, കൃത്യമായി സമയം അറിയാൻ വേണ്ടി. ഡോക്ടർ ഞെട്ടിപ്പോയി. അതിൻ്റെ ഡയല് പൊട്ടിയിരുന്നു. വാച്ചിൻ്റെ മുൻവശം മുഴുവൻ പൊളിഞ്ഞിരുന്നത് പോലെ. അദ്ദേഹം ഒന്നുകൂടെ ആ വാച്ചിലേക്ക് സൂക്ഷിച്ചു നോക്കി. ആ പഴകിയ വാച്ചിൻ്റെ മുകളിൽ എഴുതിയിരുന്നു, കൊത്തിവെച്ചിരുന്നു, ആംബുലൻസ് സെക്ഷനിലുള്ള ടി ഇവാൻസ് എന്ന വ്യക്തിക്ക് അങ്ങയുടെ ധൈര്യം കൊണ്ടാണ് ഞങ്ങളുടെ ജീവൻ രക്ഷപ്പെട്ടത്. അങ്ങേക്ക് തരുന്ന സ്നേഹസമ്മാനം. ആരൊക്കെയാണ് കൊടുത്തത്? നഴ്സസ് നെസ്ബിറ്റ്, ജോൺസ്, വിൻഗേറ്റ് എന്നിവർ നൽകുന്ന സ്നേഹസമ്മാനം എന്നതിൻ്റെ മുകളിൽ കാർവ് ചെയ്ത് വെച്ചിരുന്നു.